ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇച്ചിരി നേരത്തെ എത്തിയിരിക്കുകയാണ്, കാരണം എക്സിബിഷൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. സോ എന്തായാലും കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാണിച്ചു തരാം. என்னடா திடீர்னு உங்க குரூப்ல கேர்ள்ஸ் நினைக்குது? യൂണിഫോം ബോയ്സ് കേസ് തെരിക്കി വിടും തെല്ലാറാം. எல்லாரும் வீடியோ தான் இது. சுதி ஸ்டோரி இனோவேட்டிவா இருக்கும். ஒன்று பிளாக்டா மச்சான். நான் கூட 1000 நினைச்சிட்டேன். நல்வழி மக்களே, அலந்திரா. ஆமா ஆமா. ഗൈസ് everyone is naturally doing just groundnut in there it's groundnut, single groundnut or sugarcane or just paddy. So we just told them for improvement and to get more yield, we suggested them to do multi-layer cropping of groundnut, sugarcane and coconut to surround, so that they can prevent it from wild borers. And we also suggested them that from Virichipuram KVK they have introduced a wild borer repellent which will prevent the wild borers. Paddy field, and this is a vermi compost field. Yes. For a chart, it's developed by IIR. ഇതാണ് കേട്ടോ നമ്മുടെ എക്സിബിഷൻ്റെ സ്റ്റോള്. ആദ്യം നമ്മൾക്കൊരു വെജിറ്റബിൾ വേസ്റ്റ് കമ്പോസ്റ്റ് യൂണിറ്റ്, പിന്നെ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ഉണ്ടാക്കി ഗൈസ്. പിന്നെ ഇത് LCC നൈട്രജൻ എൻ്റെ കണ്ടൻറ്റ് അറിയാനായിട്ടുള്ള ലീഫിൽ വെച്ച് വെക്കാനുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഫാം ഡെവലപ്മെൻറ്റ് പ്ലാൻ ഗൈസ്. Coconut tree. അതെ, ഷുഗർ കെയിൻ, ഡ്രിപ്പ് ഇറിഗേഷൻ. പിന്നെ ഇതെന്താ റിപ്പല്ലൻ്റ്. പിന്നെ ഇത് നമ്മുടെ അസോള മീനുള്ള ഫാം പോണ്ടാണ്. അവിടെ ഓടുണ്ട് മതി. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ വർമി കമ്പോസ്റ്റ്. പിന്നെ ഇത് നമ്മുടെ കിണർ. ഇത് നമ്മുടെ പാഡി കൾട്ടിവേഷൻ. ഈ പാഡി കൾട്ടിവേഷൻ ലൈൻ സോയിങ് ആണ്. അതെ അതെ, വ്ളോഗിങ് ആണ്. അതെ അതെ, അച്ഛനും ബൈ. ഓക്കെ, സോ ഗൈസ് ലെറ്റ്സ് പാഡി കൾട്ടിവേഷൻ. നമ്മൾ കൾട്ടിവേഷൻ എങ്ങനെയാണ്? ലൈൻ സോയിങ് ആണ് ഗൈസ്. ലൈൻ സോയിങ് വിത്ത് അസോള നമ്മൾ ഇട്ടിട്ടുണ്ട്. നൈട്രജൻ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് ഇടും ഫോർ നൈട്രജൻ. സോ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. പിന്നെ നമ്മുടെ ബോർഡിൽ നിറച്ച് സാധനങ്ങളാണ് കണ്ടോ. നമ്മൾ ഓരോന്നത്തിനും കുറച്ച് എഴുതിയതും ചാർട്ടിൽ എഴുതിയത്. പിന്നെ നമുക്ക് ഇവൻ്റ് നടത്തിയതിൻ്റെ പോസ്റ്ററ്, സ്കീമുകളെ പറ്റി, പിന്നെ നമ്മളെടുത്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ വ്ളോഗ് നമ്മൾ TV ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഗൈസ്, എല്ലാവർക്കും കാണാൻ വേണ്ടി. അല്ല ബി, പിന്നെ ഇവാലുവേഷൻ്റെ എക്സ്പീരിയൻസ് പറയൂ. അപ്പോൾ ചാൻസലർ വന്നപ്പോൾ നമ്മൾ ഇച്ചിരി ഉറക്കെ സംസാരിക്കേണ്ടി വന്നതുകൊണ്ട് ഇച്ചിരി പ്രശ്നമായിരുന്നു എന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവാലുവേഷൻ വന്ന ടീമിനും ഇഷ്ടപ്പെട്ടു. അവരും വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മുടെ സാറ് ഒരു പുള്ളി വരാമെന്ന് പറഞ്ഞു. പുള്ളി വാങ്ങുമ്പോൾ കീറി മുറിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സോ ബാക്കിൽ നമ്മുടെ വ്ളോഗ് ഓടുന്നുണ്ട്, ഇവിടെ നമ്മുടെ സാധനങ്ങളുണ്ട്. സോ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ലെറ്റ്സ് കണ്ടിന്യൂ. വെജിറ്റബിൾ വേസ്റ്റ് കമ്പോസ്റ്റ് യൂണിറ്റ്. ഇല്ല, വെജിറ്റബിൾ വേസ്റ്റ് കമ്പോസ്റ്റ് യൂണിറ്റ് അങ്ങനെയൊന്നും മറക്കില്ല. അവൻ്റെ മോഡലൊന്നുമല്ല, അതേവൻ്റെ മോഡൽ.
ന്യൂ ഇന്നോവേഷൻ. ഞങ്ങൾ വൈഷ്ണവി എന്തെങ്കിലും പറയൂ. ഹായ് ഗൈസ്, ഇത് അലന്റെ കൗണ്ടർ. ഞാൻ വ്യൂ കാണിച്ചു തരാം. അലന്റെ കൗണ്ടറിന്റെ വ്യൂ. കൗണ്ടർ അല്ല, ഓരോ സ്റ്റോൾ, കുറച്ച് എസ്തെറ്റിക് പേര്. എവിടെ ഇതാ ഇതിൽ മീനുണ്ട് ഗൈസ്, കാണുന്നുണ്ടോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇപ്പൊ പറയുന്നത് പിന്നെ പറയാം. ഇതാണ് എന്റെ പുതിയ സീക്രട്ട്. അല്ലേ ഗൈസ് അലൻ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കും. ഹായ് ഗൈസ്, ഇതാണ് ആശ്രയ ഇന്നത്തെ ബർത്ത്ഡേ ഗേൾ ആണ്. ബർത്ത്ഡേ ഗേൾ ഇന്ന് നല്ല സുന്ദരി കുട്ടി ആയിട്ടുണ്ട്. ഹെയർ സ്റ്റൈലൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആശ്രയ കുർത്തി നന്നായിട്ടുണ്ട്. എനിക്ക് ചെവി കേൾക്കുന്നില്ല ഗൈസ്, എന്റെ ചെവി അടിച്ചു പോയി. കേൾക്കല കണ്ണും കാണില്ല. ഇതാ എന്ത് എക്സിബിഷൻ. യെസ്, ഇവര് ഫാമസിനെ കൊണ്ടാവുന്നത്. ലൈവ് മോഡലാണ് അവിടെ നടക്കുന്നത്. ഇതേ തെങ്കേർന്നു. നമ്മൾ ഫുഡ് അടിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ ചപ്പാത്തിയും അവൻ മീൽസും. നമ്മൾ ഇവിടുത്തെ മെയിൻ ക്യാൻറ്റീനിൽ നിന്നാണ് ഫുഡ് അടിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റൂല, കടിക്കൊന്നുമില്ല, പാടാ വേണമെങ്കിൽ. ഗുഡ് ബോയ്. ഉണപ്പിച്ചൊന്നും കിട്ടിയില്ലേ? சென்சார் சாயிலில் இருக்கிற சென்சார் லைக் இப்போ இது வெட்டாக இருக்கனால இது வந்து லைக் வாட்டர் ஃப்ளோ இல்லை. இது வந்து க்ளீனாக இருந்து லைக் ரொம்ப ட்ரையாக இருந்துச்சுன்னா அதாவது ஆட்டோமேட்டிக்காக தண்ணி போகும். அப்போ வந்து ஒரு பீப் சவுண்ட் வரும். ஓகே, தண்ணி போகும்போது மாதிரி தண்ணி ஸ்டார்ட் ஆகும்போது பீப் சவுண்ட் வரும். அப்புறம் அந்த மாஸ்டரில் அவன் ரீச் ஆன பிறகு அந்த பீப் சவுண்ட் ஸ்டாப் ஆகிடும். ஸோ அப்போ அந்த வாட்டர் ஃப்ளோ ஸ்டாப் ஆகும். அவ்வளோதான். சில்க் வாம் எங்கேருந்து எடுத்தீங்க? வாணிபாடி. இது வாட்டர் ஷெட் மேனேஜ்மெண்ட்டா? ஓகே. ஸோ இது எப்படி இருக்குது அது இப்போ வீட்டில் நார்மலாக ரூஃப் டாப் வாட்டர் ஹார்வெஸ்டிங்கு, வாட்டர் ஸ்டோரேஜ் டேங்க்கு. இது வில்லேஜ் டெவலப்மெண்ட் பிளானா? வில்லேஜில் வந்து ரிசர்வ் ஃபாரஸ்ட் கிராஸ் பண்ணி போகிற மாதிரி இருக்குது. ஓகே. ஸோ அப்போ வந்து இந்த மாதிரி ஃபென்சிங் போட்டோம்னா ஃபென்சிங் போட்டோம்னா ஓகே. இப்போ அந்த எலிஃபென்ட் இருக்குல்ல, ஆமாம், எலிஃபென்ட் கிராஸ் பண்ணும்போது ஓகே ஃபென்சிங் டச் ஆகும்போது பீப் சவுண்ட் வருமா? ஓகே. ஸோ அந்த மாதிரி இப்போ ப்ரைஸ் ഗൈസ് ഇത് സിൽക്ക് വോം ഫ്രൈസ് ആണ്. ഇതിൽ ഏത് സിൽക്ക് വന്ന്? ഓക്കെ ഓക്കെ, இந்த പീസ് சாப்பிட்டு பாரு, நல்லா இருக்கும். എന്താ ടേസ്റ്റ് പറ, എന്താ ടേസ്റ്റാ? ടേസ്റ്റ് പിന്നെ എന്തിൻ്റെ പറയാം, ക്രാബല്ല, ചെമ്മീൻ. പ്രോൺസിൻ്റെ ഹാർഡ് പ്രോൺസ് കഴിച്ചതിൻ്റെ ടേസ്റ്റ്. ഓക്കെ. The models and all. Very good. You will do lot of pain. See first, second, third groups. Prize, there are 2 teams. Third prize goes to team number 8, Shalini R. Supraja K, Harini P. Second prize for team number 7, Sudesh. It goes to team number 12, Vignesh. So the first prize is backed by team 23, Harish, Venkat Papa, Abdul. ഗൈസ് 7th സെം ഓവർ. ഏഴാമത്തെ സെം കംപ്ലീറ്റ് ഒരൊറ്റ സെമ്മും കൂടി. നമ്മൾ ഇനി ജോലിയില്ലേ അതിൻ്റെ കേട്ടില്ല. കാണുന്നില്ല. കണ്ട അത് മാത്രം കേൾക്കുന്ന
യങ്സ്റ്റേഴ്സ് ആയി മാറും ഞങ്ങൾ. ഓ മൈ ഗോഡ്, ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കുടുംബ അതിപ്പോഴും ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞിട്ട് കുറേ നാളായി. ഇല്ല ഇന്നത്തെ തമ്മില് VITയിലെ എക്സിബിഷൻ പടക്കംപുട്ടികളെ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എടുത്തായിരുന്നു വീഡിയോ? ഞാനെല്ലാം ആകെ വീഡിയോ അത് നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഗൈസ് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ സന്തോഷത്തിൽ നമ്മൾ ഫുഡ് അടിക്കാൻ പോകണം. എന്തെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ് അപ്പോൾ നമ്മൾ പോണ വഴി നമുക്ക് ചെറിയൊരു പണി കിട്ടി. നമ്മുടെ പഴയ ഡീൻ സാറിൻ്റെ വക നമുക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒരു വണ്ടിയിൽ കയറ്റി വയ്ക്കാൻ പറഞ്ഞു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചേട്ടൻ പാനിപ്പൂരി റെഡിയാക്കി ആയിട്ടുണ്ട്. ഡ്രൈ പാനിപ്പൂരി എനിക്ക് കിട്ടിയില്ല. ഇവർക്ക് പാനിപ്പൂരി തിന്നുന്നുണ്ടില്ലേ? എങ്ങനെയുണ്ട്? എനിക്ക് കിട്ടി. റേറ്റ് പറ. അടിപൊളി, ഇഷ്ടപ്പെട്ടു. മുളക് ഉണ്ടല്ലേ? റിവ്യൂ പറ. അയ്യോ നല്ല എരി. റിവ്യൂ പറ. നിന്നോടാണ് ചോദിച്ചത്. അടിപൊളിയാണ് ഗൈസ്, നല്ല പാനിപ്പൂരിയാണ്. ഡ്രൈന് ഇച്ചിരി എരിവ് കൂടുതലാണ് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ എക്സിബിഷൻ വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് കേൾക്കുന്ന ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ എക്സിബിഷൻ നമ്മൾ വെച്ച സംഭവത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു അടിപൊളി വ്ലോഗ് ആയിരുന്നു. എല്ലാവർക്കും